ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥലം മാറി വന്നത് നീയല്ലേ? നീ എനിക്ക് കത്തുകൾ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? നീയെങ്കിലും ചങ്കൂറ്റത്തോടെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പേര് വെച്ച് അയച്ച അവസാനത്തെ കത്തോ? എന്റെ ശവശരീരം പോലീസുകാരെ ഏൽപ്പിക്കാനായിരുന്നു തീരുമാനം. കുറെ ദിവസം ആലോചിച്ചു. അവസാനം എന്നെ കൊല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. എന്താ, വെട്ടാൻ ഇനി തലകളൊന്നുമില്ലേ? പരിഹാസമാണെന്ന് മനസ്സിലായി. എന്നാൽ ഒരു സത്യം പറഞ്ഞോട്ടെ, ഒരു തല കൂടി വെട്ടിക്കളയാൻ കഴിയാതിരുന്നതിൽ ദുഃഖമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. വീടും ആക്രമിച്ചു. എങ്ങനെയോ രക്ഷപ്പെട്ടു കിടന്നു. ആളാരാണെന്ന് മനസ്സിലായോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനദ്രോഹി, സമ്പന്നൻ, നിന്നെ തുടർച്ചയായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാലഗംഗാധരൻ. തലയും കൊണ്ട് നടക്കാൻ അർഹനാണോ അയാൾ? അയാളുടെ സ്പിരിറ്റ് ബിസിനസിനെ കുറിച്ചും പ്രസിനെ കുറിച്ചും എല്ലാം ഞാൻ എഴുതിയത് സത്യമാണെന്ന് നിനക്കിപ്പോ ബോധ്യമായില്ലേ? കേസുകളൊക്കെ നീ പിടിച്ചു. എന്നിട്ടെന്തായി? ഇവിടെ സമ്പന്നന്മാർ വിചാരിക്കുന്നതേ നടക്കും. രാജ്യവും ഭരണവും അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ തല ഉടനെ ഉപദേശിക്കാൻ പോവുകയാണ്. അല്ല, നീ MSc കഴിഞ്ഞ ഡോക്ടറേറ്റ് എടുത്തൊരു കോളേജ് ലെക്ചറായിരുന്നു. എന്നാലും എടാ, ആ പരിപാടി തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഞങ്ങളത് തിരുത്തി. ഇനി അത് സംബന്ധിച്ചൊരു വാദപ്രതിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നു അല്ലേ? ജനങ്ങൾക്കിന്ന് ഞങ്ങളെ ആവശ്യമില്ല. ഞങ്ങളെ ഒളിവിൽ താമസിപ്പിക്കാൻ പോലും അവർ മടി കാണിക്കുന്നു. എങ്കിൽ പിന്നെ പോലീസുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൽ മരിച്ചു കളയാമെന്നാണ് ഞാൻ കരുതിയത്. കാര്യം? ഞാൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ലെങ്കിലും കൊലക്കേസുകൾ പലതല്ലേ എന്റെ പേരിൽ. ഏതായാലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ സ്ഥലം മാറി വന്നു. നിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയേക്കാം. 1,00,000 രൂപയെന്ന് പറയുന്നത് ഒരു ചെറിയ തുകയൊന്നുമല്ലല്ലോ. മനസ്സിലായില്ല. നിനക്കും അറിയാവുന്നതല്ലേ, പല കേസുകളിലായി 1,00,000 രൂപ എന്റെ തലയ്ക്ക് സർക്കാർ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ആളിനുള്ളതാണ്. ആ തുക എന്റെ സമ്മാനമായി നിനക്കിരിക്കട്ടെ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇതാണോടാ നീ എന്നെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞ് നീ കത്തയച്ചത് എന്നെ ഇങ്ങനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ഇതിലെന്താ ഒരു തെറ്റ്? നിനക്കത് മനസ്സിലാവില്ലടാ. 4 വർഷം കോളേജ് ഹോസ്റ്റൽ മുറിയിൽ ഒരു കട്ടിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയവരാണ് നമ്മൾ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന 1,00,000 രൂപ എനിക്ക് എന്താടാ? എന്റെ ശവത്തിന്റെ മുകളിലിട്ട് കത്തിക്കാനോ? പറയുന്നത് മനസ്സിലാക്കൂ സുരേഷ്. മിണ്ടല്ലടാ പട്ടി. ആ, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. മനുഷ്യനെ കൊല്ലാൻ നടന്ന നീ മനുഷ്യത്വവും മറന്നുപോയി. നിയമത്തിന്റെ മുൻപിൽ ബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിച്ചിട്ടില്ലാത്തവനാണ് ഞാൻ. പക്ഷെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. നാം തമ്മിൽ കണ്ടിട്ടില്ലെന്ന് കരുതൂ. ഞാൻ തിരിഞ്ഞേൽക്കാം. നീ ഓടി രക്ഷപ്പെടൂ. നീ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പോലീസുകാരുമായി ഏറ്റുമുട്ടും. പിന്നെ എന്റെ ശവമായിരിക്കും നീ കാണുക. ഗോപൻ, അറസ്റ്റ് മീ സുരേഷ്. അറസ്റ്റ് മീ സുരേഷ്. ഓൾറൈറ്റ്. നീ സ്വയം വന്ന് കീഴടങ്ങിയതിന് ശേഷം മാത്രമാണ് നിന്നെ അറസ്റ്റ് ചെയ്തെന്നേ ഞാൻ റെക്കോർഡിൽ എഴുതും. നിന്റെ ഇഷ്ടം. ഇങ്ങനെ വരൂ. വരൂ. ഇത് ഗോപകുമാരല്ലേ? അതെ, ലോക്കപ്പ് ചെയ്യും. ഗോവൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നല്ല വിശപ്പുണ്ട്. ഗോവിന്ദപിള്ളേ, ഇതാ എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. കഴിക്കാൻ എന്താ വേണ്ടത്? എന്തായാലും വിരോധമില്ല. കൂട്ടുകാരനായാലും കുറ്റവാളിയല്ലേ? പിന്നെ ചേട്ടൻ ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? ഞങ്ങളങ്ങനെ കൂട്ടുകാർ മാത്രമായിരുന്നില്ല, അതിനപ്പുറം എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും രണ്ടുപേരും തോക്കെടുത്തത്. അവിടെയാണ് എനിക്ക് അത്ഭുതം.
പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു വാക്കുകൊണ്ട് പോലും അവൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവൻ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൂക്കമെടുത്തുകൊണ്ട് കൂട്ടുകാരോടൊന്നിച്ച് കാട്ടിക്കയറിയെന്നറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഏതായാലും അവന് വേണ്ടി ഞാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യും, കേസ് വാദിക്കും. അത് ചേട്ടന്റെ ഉദ്യോഗത്തെ ബാധിക്കില്ലേ? ബാധിച്ചേക്കാം. എന്നാലും അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കും. അവൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറയുന്നു. കൊല്ലാൻ അവനെ കൊണ്ടാവില്ല. ഞാനത് വിശ്വസിക്കുന്നു. അവനെ ഞാൻ രക്ഷിക്കും. മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. 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 എന്താ എന്തുണ്ടായി? ഗോപൻ, 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 ഗോവിന്ദപിള്ളേ, എന്താ സംഭവിച്ചെന്ന് പറയൂ. രാത്രി വല്ല അസുഖം ഉണ്ടായോ? ഞങ്ങൾക്കൊന്നും അറിയില്ലേ മോനെ. നേരം വെളുത്തിട്ടും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ലോക്കപ്പ് തുറന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നു. ഗോപകുമാറിന്റെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ ഗോപകുമാറിന്റെ ഘാതകനെ ലോക്കപ്പ് മർദ്ദനം. മലയാളിയായ ഇൻസ്പെക്ടറെ